എന്നോടൊപ്പം പൊതുപ്രവർത്തകനായ നൗഷാദ് തെക്കയിലാണ് ചേരുന്നത്. ഈയൊരു കേസിൻ്റെ തുടക്കം മുതൽ, അതായത് അതിജീവികൾക്കൊപ്പം നൗഷാദ് ഉണ്ട്. അവർക്കൊരു നിയമ പോരാട്ടത്തിനൊക്കെ എല്ലാ പിന്തുണയും നൽകിയത് നൗഷാദ് തെക്കയിലാണ്. ഇപ്പോൾ നമ്മൾ അതിജീവിതയോട് സംസാരിച്ച സമയത്ത് അവർ പറയുക, ഞാൻ ആരോഗ്യമന്ത്രിക്ക് എതിരാണ്, പല കാര്യങ്ങളിലും മന്ത്രിയിൽ നിന്ന് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികരണം പോലും ലഭിച്ചില്ല എന്നതാണ്. എന്താണ്, എവിടെയാണ് ആരോഗ്യവകുപ്പിനും ആരോഗ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചത്? തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ നിരന്തര പരാതികളിൽ കൂടി നേരിട്ടും അവരുടെ ഓഫീസിലും DMEയുടെ ഓഫീസിലും ഇവരുടെ കൂടെ ഞാനും പിന്നെ ഇവരുടെ ഫാമിലിയും എല്ലാവരും പോയതാണ്. ഒരു വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകൾ വരെ അതിജീവിതക്ക് കൊടുക്കാൻ DMEയുടെ ഓഫീസിൽ നിന്ന് മടി കാണിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടും അല്ല മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടും DME പറഞ്ഞിട്ടും അവിടെയുള്ള സ്റ്റാഫ് പിന്നെ പ്രധാനപ്പെട്ട ഈ ആദ്യത്തെ 5 സമിതിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് തരാൻ നൽകില്ല എന്ന് പറഞ്ഞ് 3 മാസത്തിന് ശേഷം നേരിട്ട് പോയ സമയത്ത് വിവരാവകാശം ചോദിച്ചതും തന്നില്ല, അതിന് ശേഷവും തന്നില്ല. അങ്ങനെ നേരിട്ട് പോയി അവിടെ ഒരു കുത്തിയിരിപ്പ് സമരം നടന്ന ശേഷമാണ് സ്വന്തം കേസിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഈ അതിജീവിതം കൊടുക്കാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായത്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കൂടെയുണ്ട് എന്ന് പറയുമ്പോഴും ആരുടെയോ പ്രേരണയാൽ അവർക്ക് കൂടെ നിൽക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിലവിലുണ്ടായ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ പറയാം. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അനിതാ സിസ്റ്റർക്കെതിരെ നടപടിയെടുക്കാൻ അതിജീവിതയുടെയും പരാതി ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പരാതി അതിജീവിത കൊടുത്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അനിതാ സിസ്റ്റർ ഡ്യൂട്ടിയിലില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്ന സമയത്താണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയം വരെ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പിന്നെ അതല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കേണ്ട, ഇവർക്ക് സെക്യൂരിറ്റി നൽകേണ്ട മുൻ പ്രിൻസിപ്പൽ അടക്കം, ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കം, അതുപോലെ തന്നെ RMO അടക്കമുള്ള ആളുകൾക്കെതിരെ എന്ത് നടപടിയാണ് കൂടെയുണ്ട് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ചത്? അതുപോലെ തന്നെ മുൻ പ്രിൻസിപ്പലിനെ ഒന്ന് വിളിച്ചു വരുത്താൻ പോലും ഇവർ സന്നദ്ധമായിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനിതാ സിസ്റ്റർക്കും അതിജീവിതർക്കും ഒരു നീതി ലഭിക്കുന്നതിൻ്റെ അരികെ കൂടി പോയത് എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. രണ്ടുപേരും ഇരകളാണ്. രണ്ടുപേരും ഇരകളാണ്. ഇപ്പോൾ നമ്മുടെ അനിതാ സിസ്റ്റർ സംസാരിക്കുന്ന നമ്മൾ വാക്കുകൾ കേട്ടു. അവർക്കിപ്പോഴും ആശങ്കയാണ്. ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ അല്ലെങ്കിൽ അവരോടുള്ള പ്രതികാര നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് നമ്മളടങ്ങുന്ന സമൂഹം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് സുരക്ഷയാണ് കൊടുക്കുന്നത്? രാഷ്ട്രീയത്തിൻ്റെയും അതല്ലെങ്കിൽ യൂണിയൻ്റെയും അല്ലെ ഭരണത്തിൻ്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ പറ്റി ഒരുപാട് ഇരകൾക്ക് നീതി ലഭിക്കാതെ പോവുകയാണ്. അത് വലിയ ഭവിഷ്യത്ത് നമ്മളെ നാട്ടിലുണ്ടാക്കും. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇരകളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണ് ഇത്തരത്തിൽ നമ്മുടെ സമീപനം കൊണ്ടൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഇതുപോലെ തന്നെ അനിതാ സിസ്റ്റർക്ക് തെറ്റ് ചെയ്യാത്ത അതിജീവിതക്കൊപ്പം നിന്ന് അനിതാ സിസ്റ്റർക്ക് എതിരെ നടപടിയെടുക്കാൻ മന്ത്രി തയ്യാറായി എന്നാണ് നമ്മൾ